എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 8 ശ്ലോകം 33 മുതൽ 44 വരെ 12 ശ്ലോകങ്ങൾ. ഈ 12 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 8ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അർദ്ധരാത്രി വരെ ഒരു പണക്കാരനും സുന്ദരനായിട്ടുള്ള ആരെങ്കിലും വരും എന്നിങ്ങനെ കാത്തിരുന്നു. ആരും വന്നില്ല. പെട്ടെന്ന് ആ പിങ്കളയ്ക്ക് ഒരു വൈരാഗ്യം വരികയാണ്. ആ പിങ്കളയുടെ ചിന്തകളാണ്. അതാണ് എപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക, വിവേകം ഉദിക്കുക എന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. യദാസ്തിഭിർനിർമ്മിത വംശവംശ്യ സ്ഥൂണം ത്വചാരോമനഖൈ പിനദ്ധം ക്ഷരന്നവദ്വാരമകാരമേതത് വിൺമൂത്രപൂർണം മധുപൈതികാന്യ. മുള കൊണ്ട് മോന്തായവും കഴുക്കോലും വെച്ച് 4 കാലും നാട്ടി കെട്ടിയുണ്ടാക്കുന്ന ഒരു പുരയും ഈ ദേഹവും ഒരേപോലെ തന്നെ. ദേഹമാകുന്ന വീടിന് മുതുകത്ത് നീണ്ടു കിടക്കുന്ന എല്ലു തന്നെയാണ് മോന്തായം. അതിൽ നിന്ന് ഓരോ ഭാഗത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന വാരിയെല്ലുകള് കഴുക്കോലുകള്. കൈകാലുകള്, തൂണുകള്, രോമങ്ങൾ, നഖങ്ങള്, തോല മുതലായൊക്കെ മീതയിട്ട് മേയാനുള്ള സാധനങ്ങള്, വിയർപ്പ്, ലാല, മൂത്രം, മലം മുതലായിട്ടുള്ള അശുദ്ധ സാധനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നവദ്വാരങ്ങളാകുന്ന പ്രവേശമാർഗങ്ങൾ. ഇത്ര നികൃഷ്ടമായ ഈ ദേഹത്തെ മനോഹരം എന്ന് കരുതി അതോട് ചേർന്ന് രമിക്കാൻ ഞാനല്ലാതെ മറ്റാരെങ്കിലും ആഗ്രഹിക്കുമോ? എന്റെ അറിവില്ലായ്മയുടെ ശക്തിയുടെ വലിപ്പം തന്നെ ഇങ്ങനെ വിചാരിക്കണം. വേശ്യായിട്ടുള്ള പിങ്കള. വിദേഹാനാം പുരേഹ്യസ്മിൻ അഹമേകൈവ മൂഢധീ യാന്യമിച്ഛന്ത്യ സത്യാസ്മാദാത്മദാൽ കാമം അച്യുതാൽ. ദേഹത്തിൽ ഞാൻ എന്ന ഭാവം ഇല്ലാത്ത ഹേതുകൊണ്ടാണ് വിദേഹന്മാര് എന്ന പ്രസിദ്ധി സമ്പാദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ വിദേഹന്മാരായിട്ടുള്ള മഹാന്മാരുടെ സ്ഥാനമായ ഈ നഗരത്തിൽ ഞാൻ ഒരുത്തി തന്നെ മഹാമൂഢബുദ്ധിയുള്ളവള് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആനന്ദ സ്വരൂപനും ആത്മാവിനെ തന്നെ തരുന്നവനും നാശരഹിതനുമായ പുരുഷോത്തമൻ ഈ ദേഹമാകുന്ന വീട്ടിൽ എപ്പോഴും ഇരിക്കെ അദ്ദേഹത്തെ ആദരിക്കാതെ കുലടാവൃത്തി ആചരിച്ച ഞാൻ അന്യനെ കാക്ഷിച്ചുവല്ലോ. കഷ്ടം. സുഹൃൽ പ്രേഷ്ഠതമോ നാഥ ആത്മാജായം ശരീരിണാം തം വിക്രീയാത്മനൈവാഹം രമേനേന യഥാരമാ. ചൈതന്യമൂർത്തിയായ ആ ഭഗവാൻ പരമാത്മാവ് ഈ ദേഹത്തിലില്ലെങ്കിൽ പിന്നെ ഈ ശരീരത്തെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? ഹിതകാര്യം ഉപദേശിക്കുന്നതും ആ ചൈതന്യമല്ലയോ? അതിനാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനും പരമബന്ധുവും നാഥനുമായ ആ ഭഗവാനായിക്കൊണ്ട് ഈ ദേഹത്തെ സമർപ്പിച്ചിട്ട് മഹാലക്ഷ്മി വിഷ്ണുവിനോടെന്ന പോലെ ഞാനും എന്റെ ഹൃദയവാസിയായ പരമാത്മാവിനോടുകൂടി ആനന്ദിക്കും. കിയത് പ്രിയം തേ വ്യഭജൻ കാമായേ കാമദാനരാ ആദ്യന്തവന്തോ ഭാര്യായ ദേവാവാ കാലവിദ്രുതാഹ. ഈ ലോകത്തിലും പരലോകത്തിലും ഇതിനേക്കാൾ വേദയുള്ള ഒരു ഭർത്താവിനെ കിട്ടുമോ? എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാവർക്കും ഉൽപ്പത്തി നാശങ്ങളുണ്ടല്ലോ. ദേവന്മാരും കൂടി കാലഭയത്തിൽ നിന്ന് വിട്ടിരിക്കുന്നവരല്ല. പിന്നെ ശബ്ദാദി വിഷയങ്ങളുടെയോ മനുഷ്യരുടെയോ കഥ പറയണോ? എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവരെ എങ്ങനെ സുഖിപ്പിക്കും? അതിനാൽ ഭാര്യയെ ഭരിക്കാനുള്ള ശക്തിയോ വൈഭവമോ ഈ പരമാത്മാവായ ഭഗവാനല്ലാതെ മറ്റാർക്കുണ്ട്? നൂനം മേ ഭഗവാൻ പ്രീതു വിഷ്ണു കേനാപി കർമ്മണ നിർവേദോയം ദുരാശായ എന്മേ ജാത സുഖാവഹ. സംസാര ദുഃഖത്തെ തീരെ നശിപ്പിച്ച് പരമസുഖം അനുഭവിക്കാനിട വരുത്തുന്ന വൈരാഗ്യം എനിക്കുണ്ടായതിനാൽ സകല ഐശ്വര്യങ്ങളും തികഞ്ഞിരിക്കുന്ന മഹാവിഷ്ണു എന്നിൽ പ്രസാദിച്ചു. നിശ്ചയം ദുരാശയിൽ മുങ്ങിയിരുന്ന ഞാൻ ഭഗവത് കാരുണ്യം ഉണ്ടാവാൻ തക്ക
ചെയ്യത്തക്ക ഏതൊരു പുണ്യകർമ്മം എപ്പോൾ ചെയ്തുവോ എന്നറിയുന്നില്ല. ഭഗവത് കാരുണ്യം കൊണ്ടല്ലാതെ വൈരാഗ്യം ഉണ്ടാവില്ലല്ലോ. മൈവം സ്യുർമന്ദഭാഗ്യായ ക്ലേശ നിർവേദഹേതവ യേനാനുബന്ധം നിർഹൃത്യ പുരുഷശമമൃച്ഛതി. അങ്ങനെയല്ലെങ്കിൽ ഭാഗ്യഹീനയായ എനിക്ക് വൈരാഗ്യം ഉണ്ടാവാൻ ഹേതുവായ ക്ലേശം സംഭവിക്കാൻ അവകാശമില്ല. പുത്രമിത്രാദി ബന്ധമുള്ളപ്പോൾ ശാന്തി ഉണ്ടാവില്ല. ശാന്തി ഇല്ലാഞ്ഞാൽ മോക്ഷവും സിദ്ധിക്കില്ല. ദേഹത്തിൽ ഞാനെന്നും എന്റേതെന്നും ഉള്ള ബുദ്ധിയെ നശിപ്പിക്കുന്ന വൈരാഗ്യം കൊണ്ടല്ലാതെ ശാന്തി ഉണ്ടാവില്ല. അതിനാൽ ജന്മസാഫല്യം വരുത്തുന്ന മോക്ഷം സിദ്ധിക്കാൻ മുഖ്യ കാരണമായ വൈരാഗ്യം ഉണ്ടായതുകൊണ്ട് ഭഗവത് കാരുണ്യം എന്നിലുണ്ടായി എന്ന് ഞാൻ നിശ്ചയിക്കുന്നു. അതിനാൽ ഇപ്പോ ഞാൻ ഭാഗ്യവതിയായി തേനോപകൃതമാദായ ശിരസാ ഗ്രാമ്യ സൽഗതാഃ त्यक्त्वा दुराशा ശരണം വ്രജാമി തമധീശ്വരം. ആ കരുണാനിധി ഭഗവാൻ ഉപകാരമായി നൽകിയ ഈ വൈരാഗ്യത്തെ ആദരത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിസ്സാര വിഷയങ്ങളോട് ചേർന്നിരിക്കുന്ന ദുരാശകളെ എല്ലാം ദൂരെ കളഞ്ഞ് സർവനിയന്താവായ ആ പരമാത്മാവിനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. സന്തുഷ്ടാ ശ്രദ്ധദത്യേതത് യഥാ ലാഭേന ജീവതി വിഹരാമ്യമുനൈവാഹം ആത്മനാരമണേന വൈ. എങ്ങനെയാ ശരണം പ്രാപിക്കുന്നത് എന്ന് വെച്ചാൽ കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുകയും ജീവിക്കുകയും ചെയ്ത് ആ പരമാത്മാവല്ലാതെ സുഖസ്ഥാനം മറ്റൊന്നുമില്ല എന്ന് ദൃഢമായി ഉറച്ച് ആത്മാവാകുന്ന ഈ പ്രിയ ഭർത്താവിനോടുകൂടി തന്നെ എപ്പോഴും ഞാൻ ആനന്ദിക്കും. ഈ നിശ്ചയത്തോടുകൂടി ഞാൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. സംസാരകൂപേ പതിതം വിഷയേർമുഷിതക്ഷണം ഗ്രസ്തം കാലാകിനാത്മാനം കോന്യസ്ത്രാതുമധീശ്വര. ഈ സംസാരമാകുന്ന ഈ പൊട്ടക്കണറ്റിൽ വീണും വിഷയാശകളാകുന്ന പൊടികൾ കൊണ്ടും നിറഞ്ഞ മനസ്സാകുന്ന കണ്ണിന്റെ കാഴ്ച നശിച്ചും കാലസ്വരൂപനായ സർപ്പത്താൽ കടിക്കപ്പെട്ടും ഇരിക്കുന്ന ഈ അവിവേകിയെ രക്ഷിക്കാൻ മറ്റാർക്കാണ് സാമർഥ്യമുള്ളത്? സംസാരത്തിൽ മുങ്ങി ന്യായാന്യായങ്ങൾ മറന്ന് വിവേകമില്ലാതെ എന്തും ചെയ്തുകൊണ്ട് ജനിക്കാനും മരിക്കാനും ഒരുങ്ങിയിരിക്കുന്ന ജീവികളെ ഈ അഗാധ ദുഃഖത്തിൽ നിന്ന് കയറ്റി രക്ഷിക്കാൻ ബ്രഹ്മാദികൾക്കൊന്നും ശക്തിയില്ലാത്തതിനാൽ ഞാൻ പരമാത്മാവിനെ തന്നെ ശരണം പ്രാപിക്കുന്നു. ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത നിർവിദ്യേദയദാഖിലാത് അപ്രമത്തൈദം പശ്യേത് ഗ്രസ്തം കാലാഹിനാ ജഗത്. എല്ലാറ്റിൽ നിന്നും വിരക്തനാകുക നിമിത്തം ഈ കാണപ്പെട്ട ലോകം മുഴുവനും കാലസർപ്പത്താൽ വിഴുങ്ങപ്പെട്ടതെന്ന് എപ്പോൾ തോന്നുന്നുവോ അപ്പോ അതുവരെ ജീവരൂപനായി വിളങ്ങിയിരുന്ന ആ പരമാത്മാവ് തന്നെ ജീവികളുടെ ദുഃഖങ്ങളെ തീർത്ത് രക്ഷിക്കും എന്നിങ്ങനെ വിചാരിക്കണം പിങ്കള. ശ്രീ ബ്രാഹ്മണ ഉവാച ഏവം വ്യവസിതമതി ദുരാശാം കാന്തദർശജാം ചിത്തോപശമമാസ്ഥായ ശയ്യാം ഉപവിവേശസാ. ബ്രാഹ്മണൻ പറയാണ്, ഇങ്ങനെ ആലോചിച്ച് ഉറച്ച ശേഷം പുരുഷനെ കിട്ടണമെന്നുള്ള ആഗ്രഹ നിമിത്തമുണ്ടായ ആ ദുരാശയെ മുഴുവനും മനസ്സിൽ നിന്ന് തുടച്ചു നീക്കി പിങ്കള ശയ്യയിൽ ചെന്ന് കിടന്ന് സുഖമായിട്ട് വിശ്രമിച്ചു. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംഛിദ്യ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. ഈ കഥയുടെ സാരം എന്താണെന്ന് വെച്ചാൽ അതിദുഃഖത്തെ ജനിപ്പിക്കുന്ന ശത്രു ആശയാണ്. പരമസുഖം തരുന്ന പരമബന്ധു ആഗ്രഹമില്ലായ്മയാണ്. കാന്താശയുണ്ടായിരുന്നപ്പോൾ അതിദുഃഖിതയും അസ്വസ്ഥയുമായ പിങ്കള ആ ആഗ്രഹം മനസ്സിൽ നിന്ന് തീരെ കളഞ്ഞപ്പോ സുഖമായിട്ട് ഉറങ്ങി. അതുകൊണ്ട് അവളെ പോലെ ആശാരഹിതയായിരുന്നാൽ സുഖം സിദ്ധിക്കും എന്ന സാരത്തെ ഞാൻ പിങ്കള എന്ന വേശ്യയിൽ നിന്ന് പഠിച്ചു എന്ന് അവധൂത ബ്രാഹ്മണൻ യദുവിനോട് പറഞ്ഞു. ഇതെല്ലാം നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇതുപോലെയുള്ള കഥകളൊക്കെ പറയണത്. എത്ര കഥകളിൽ കൂടി ഭാഗവതത്തിൽ ഇതല്ലേ നമുക്ക് ഈ അറിവുകളെല്ലാം പകർന്നു തന്നു. എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാമേകാദശസ്കന്ധേ അജഗരാദി നവഗുരുണാം വർണ്ണനം നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 8ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.